മണൽക്കടത്ത് റീൽസ് ചെയ്ത് വൈറലാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥിയടക്കം 7 പേർ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി. പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് മണൽ മാഫിയ സംഘത്തിലെ 7 പേരാണ് അറസ്റ്റിലായത്. മമ്പാട് ഓടായിക്കൽ സ്വദേശികളായ മറ്റത്ത് ഷാമിൽ ഷാൻ, കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർവാൻ, പുളിക്കൽ അമീൻ, വടപുറം സ്വദേശികളായ ചേക്കരാറ്റിൽ അൽത്താഫ്, ചേക്കരാറ്റിൽ മുഹമ്മദ് സവാദ്, കണ്ണംതൊടിക അബ്ദുൽ മജീദ്, കരിമടത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 22-ന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷാമിൽ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടുപോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത്. മണൽ കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഓടായിക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസായി ഷാമിൽ ഷാന്റെ വണ്ടിപ്രാന്തൻ KL71 എന്ന അക്കൗണ്ടുമായി ടാഗ് ചെയ്ത് അമീൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഷാമിൽ അൽത്താഫ് എന്നിവർ മുൻപ് മണൽ കടത്ത് കേസിൽ ഉൾപ്പെട്ടയാളുകളാണെന്നും ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റീൽസ് ചെയ്തതെന്നും ഇൻസ്പെക്ടർ മനോജ് പറയട്ട ഇന്ന് 4 മണിക്ക് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് സ്റ്റേഷന് മുൻവശത്തു കൂടി ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിൻ്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽക്കടത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്തു. ഈ മണൽ മാഫിയ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ വലയിലെ മുഴുവൻ കണ്ണികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൃത്യമായ ശാസ്ത്രീയമായ സൈബർ അന്വേഷണത്തിലൂടെ ഇതിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കിയിട്ടുണ്ട്. അവരുടെ ലൊക്കേഷനുകളും കോണ്ടാക്റ്റുകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാട്സപ്പ് കോളുകൾ അടക്കമുള്ള ആളുകൾ പരിശോധിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇത് മണൽക്കടത്തിന് ഉപയോഗിച്ച വാഹനം വന്ന റൂട്ട് മുതലുള്ള CC ക്യാമറകൾ, അതുപോലെ തന്നെ ഈ കടവ് മുതൽ ഇത് ഇട്ട സ്ഥലം വരെയുള്ള സ്ഥലങ്ങൾ, ഇവർ ഉപയോഗിച്ച സ്ഥലത്തു നിന്നുള്ള മണലിൻ്റെ സാമ്പിളുകൾ തുടങ്ങിയ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. A+ വിഷൻ ന്യൂസ്, നിലമ്പൂർ.